Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി സോൾവ് ചെയ്യുന്നതെന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻ എക്സ്പ്രഷൻ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഓർ മോർ കോമൺ ഫാക്ടർ ഈസ് കോൾഡ് ദ മെത്തേഡ് ഓഫ് ഫാക്ടറൈസേഷൻ. അതായത് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ആൻ എക്സ്പ്രഷൻ, ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓഫ് ടു ഓർ മോർ കോമൺ ഫാക്ടർ ഈസ് കോൾഡ് ഫാക്ടറൈസേഷൻ. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതൊക്കെ വിധത്തിലാണ് അത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ അതിനെ പല ഫാക്ടേഴ്സ് ആയിട്ടുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റുകളാക്കിയിട്ട് രണ്ടോ അല്ലധികമോ കോമൺ ഫാക്ടറിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. x² + 5x + 6 = ഇതാണ് ഇവിടുത്തെ നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ രണ്ട് ഫാക്ടറാക്കി മാറ്റാൻ പറ്റും? അതായത് ആദ്യത്തേത് എന്താണെങ്കിലും എക്സ് ആയിരിക്കും വാല്യൂ വരിക. രണ്ടാമത്തതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഏതോ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 5ഉം അവയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം കിട്ടണം. അപ്പോൾ നമുക്ക് അറിയാലോ 2ഉം 3ഉം ആണ് ഫാക്ടേഴ്സ്, വളരെ ക്ലിയർ ആണ്. 2ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും, 2ഉം 3ഉം കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ 6ഉം കിട്ടും. അപ്പോൾ ഫാക്ടർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു, 2ഉം 3ഉം ആണെന്നുള്ളത്. ഇനി അടുത്തൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്ലസ് ആണോ മൈനസ് ആണോ ചിഹ്നം കൊടുക്കേണ്ടത് നമ്മൾ തീരുമാനിക്കണം. എങ്ങനെ തീരുമാനിക്കുക? കാരണം ഇവിടെ +5 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ആ ചിഹ്നങ്ങൾ വരണം. അപ്പോൾ 2ഉം 3ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് +5 എന്ന് വന്നത്. ഇവിടെ +6 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? പ്ലസ് ഇൻറ്റു പ്ലസ് ആണ് ഈ പ്ലസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം +2 × +3 = +6. അങ്ങനെയാണ് ഇതിൻ്റെ ചിഹ്നങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു തരത്തിൽ പറയുമ്പോൾ 5x² + 8x എന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഇതിനെ എങ്ങനെ ഫാക്ടറാക്കി മാറ്റുക? 5x × x. അപ്പം നമുക്ക് ഉള്ളിലേക്ക് ഫാക്ടറാക്കി വെക്കേണ്ടത് 5xനെ ഇവിടെ കൊടുക്കുക. ഇനി ഇപ്പം നോക്കൂ, 5x × x എന്തായി? 5x² ആയി. +8x ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടറാണ് x എന്ന് പറയുന്ന ഘടകം. അപ്പോൾ അതിനെ നമ്മൾ പുറത്ത് എഴുതിയതുകൊണ്ടാണ് x × 8 പറയുമ്പോൾ 8x വന്നു. അപ്പോൾ രണ്ടെണ്ണത്തിലും കോമൺ ആയതിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ടിലും കോമൺ ഏതാ? x ആണ്. എക്സിനെ പുറത്തെടുത്തു, എന്നിട്ട് 5x നമ്മൾ കൊടുത്തു. പിന്നെ x ഇല്ലാതെ തന്നെ 8 മാത്രം എഴുതി. അപ്പോഴല്ലേ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടുക. ഇതാണ് വേറൊരു മെത്തേഡ്. പിന്നെ വരുന്ന ഫാക്ടർ, ഇപ്പോൾ വെറും 30 എന്ന് പറഞ്ഞ നമ്പർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. 30നെ നമുക്ക് ഏതൊക്കെ ഫാക്ടേഴ്സ് യൂസ് ചെയ്യാം? 2 × 3 എന്ന് പറയാം, 6. 6 × 5 എന്ന് ഡയറക്റ്റ് കൊടുക്കാം. 6 × 5 30 ആണ്. ആ 6നെ നമ്മൾ ഒന്നുകൂടി ഫാക്ടർ ആക്കിയപ്പോൾ എന്തായി? 2 × 3 ആയി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എബവ് എക്സാമ്പിളിൽ നമുക്ക് ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഈ x+2 x+3 ആണ് ഈ ഒരു എക്സ്പ്രഷൻ്റെ ഫാക്ടർ. ഇതിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇക്വേഷനെ തന്നെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് എക്സിൻ്റെ വാല്യൂസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന +2ഉം +3ഉം. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ എന്താണ് എക്സ്പ്രഷൻ, എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കേസിലാകുമ്പോൾ ഫാക്ടർ ഏതാണ് വരുന്നത്? കാരണം ഇവിടെ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ് x × 5x. ഈ ഒരു എക്സ്പ്രഷൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. 30 എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 2 × 3 × 5 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ആണ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഈ ഒരു ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കൺവേർട്ട് ചെയ്യുക, ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ax² + bx + c = 0. ഇവിടെ x² വരണം, ഒരു x ഇവിടെ ഉണ്ടായിരിക്കണം, a b c എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റുകളോടെ ഉണ്ടായിരിക്കും. ഒരിക്കലും a എന്താവരുത്? 0 ആവരുത്. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് മൾട്ടിപ്ലൈ ദ കോഎഫിഷ്യന്റ് ഓഫ് x²
എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് ഈ എക്സ് സ്ക്വയറിൻ്റെ മുന്നിൽ ഇവിടെ ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ എ എന്ന് പറയാം. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റൻറ്റ് ടേം കൊണ്ട് ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഈസ് എ ഇൻറ്റു സി എന്ന് കൊടുക്കാം. അപ്പോൾ എ സി എന്ന് പറയാം. ഇനി അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൗ ട്രൈ ടു ഫൈൻഡ് two numbers. Now try to find two numbers whose product is AC. എന്താ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്, അവ തമ്മിൽ ഇൻറ്റു ചെയ്താലായിരിക്കണം ഈ എ സി കിട്ടേണ്ടത്, എ ഇൻറ്റു സി. ഇനി ഇവ തമ്മിലുള്ള സമ്മ് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്താലോ അത് ബിക്ക് ഈക്വൽ ആയിരിക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. രണ്ടാമത് ചെയ്യുന്നത് ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള എയും ഈ സിയും കൂടി ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എ സി കിട്ടുന്നു. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, അവ തമ്മിൽ ഇൻറ്റു ചെയ്യുന്ന ഈ എമൗണ്ട് ആയിരിക്കണം എ സി എന്ന് പറയുന്നത്. എയും സിയും കൂടി ഇൻറ്റു ചെയ്ത് കിട്ടുന്ന ആ പ്രോഡക്റ്റ് ആയിരിക്കണം രണ്ട് നമ്പറായിട്ട് മാറേണ്ടത്. അവ തമ്മിലുള്ള സമ്മോ ഡിഫറൻസോ, അവ തമ്മിൽ കൂട്ടിയാലോ അല്ലെങ്കിൽ കുറച്ചാലോ അത് ഏതിന് ഈക്വൽ ആവണം, ഈ ബി എക്സിന് ഈക്വൽ ആവണം, അതായത് ബിക്ക് ഈക്വൽ ആവണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫാക്ടറൈസ് ദ ഗിവൺ എക്സ്പ്രഷൻ ഓൺ എൽ എച്ച് എസ്. നമുക്ക് തന്നിരിക്കുന്ന ആ ഇക്വേഷനെ ഫാക്ടറൈസ് ചെയ്യാം. അതിനുശേഷം ഇക്വേറ്റ് ഈച്ച് ഫാക്ടർ ഈക്വൽ ടു 0. ഓരോ ഫാക്ടറിനെയും നമ്മൾ ഈക്വൽ ടു 0 എന്ന് എഴുതുക. വി ഗെറ്റ് ദ റിക്വയർഡ് റൂട്ട്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, അതിന് വേണ്ടതായിട്ടുള്ള റൂട്ട്സ് കിട്ടും. x1 x2 ആ വാല്യൂസ് അവിടെ കിട്ടും. ഇതാണ് ഫാക്ടറൈസേഷൻ്റെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക, പിന്നെ നമ്മൾ ചെയ്യേണ്ട എ ഇൻറ്റു സി കാണുക. മൂന്നാമത്തേൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു എ സി അതിൻ്റെ ഫാക്ടർ കാണുമ്പം അവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടലായിരിക്കണം എ സി. അവ തമ്മിലുള്ള സമ്മോ ഡിഫറൻസും എടുക്കുമ്പോഴായിരിക്കണം നമുക്ക് ഈ ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിയുടെ വാല്യൂ കിട്ടേണ്ടത്. അതിനുശേഷം എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ എക്സ്പ്രഷനെ ഫാക്ടറൈസ് ചെയ്യാം. ഓരോ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാലും ഈക്വൽ ടു 0 എന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ റൂട്ട്സ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബേസിസിൽ നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഈക്വൽ ടു 0. അവിടെ ഫോർമാറ്റ് കറക്റ്റാണ്. എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് ഉണ്ട്, അതായത് ഇവിടെ എ എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ എഴുതുക. അവിടെ എ ഇല്ല, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിനെ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലാണ് എക്സ് സ്ക്വയർ എക്സ്, അതായത് ഇവിടെ എ ഇല്ല, നമുക്കിവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല, കോഎഫിഷ്യൻ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞത് എ സി കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുക 1 ആണെന്നുള്ളത്. അപ്പോൾ 1 ഇൻറ്റു 8 അതാണല്ലോ എയും സിയും. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്താണ് 8 എന്ന് വരണം. ഓക്കെ, ഇനി ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞത് ഏതോ രണ്ട് സംഖ്യകളെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എ സി. അതേപോലെ തന്നെ അവയുടെ സമ്മോ ഡിഫറൻസോ എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ബി എന്ന് പറയുന്നത്. ഇതിവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇത് സി ആണ്. ഇതാണല്ലോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഏതോ രണ്ട് സംഖ്യകളെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ആയിട്ട് 8 കിട്ടണം. അവയുടെ ഡിഫറൻസോ അല്ലെങ്കിൽ സമ്മോ എടുക്കുമ്പോൾ കിട്ടേണ്ടതാണ് ഇവിടുത്തെ നമ്പർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുക, എപ്പോഴാണ് നമുക്ക് 8 എന്നുള്ള പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്, 2 അതേപോലെ 4, ഈ 2ഉം 4ഉം കൂടി വരുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നത് എന്താണ്, ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടണം, അവ തമ്മിൽ ആഡോസ് അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇവിടുത്തെ ഈ കോഎഫിഷ്യൻറ്റും കിട്ടണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ 2 ഇൻറ്റു 4 ആണ് 8. ഈ അതേപോലെ തന്നെ 2ഉം 4ഉം കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് 6. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് കാണുക, അപ്പോൾ x2 ഒരു ഫാക്ടറായി, x4
ഒരു ഫാക്ടറായി. അപ്പോൾ 2 ഫാക്ടേഴ്സ് ഇവിടെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ ചിഹ്നങ്ങൾ ചേർക്കണം, സൈൻ ചേർക്കണം. ഇവിടെ നോക്കൂ, പ്ലസ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെയോ മൈനസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് ആവണമെങ്കിൽ വലുതിൻ്റെ ചിഹ്നമായിരിക്കണമല്ലോ പ്ലസ് ആയിട്ട് വന്നിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ +4ഉം ഇവിടെ -2ഉം വരും. ഇപ്പോൾ നോക്കൂ, 2ഉം 4ഉം കൂടിയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് 6 വന്നു. കാരണം എന്താണ് 2ഉം 4ഉം 6 എന്നുള്ളത്. അപ്പോൾ 2ഉം ഇതും കൂടി കൂട്ടുന്ന സമയത്താണ് അവിടെ 6. പിന്നെ +8 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ചിഹ്നം കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ = എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് എന്താണ് അതിൽ വരുന്നത്? x4ഉം അതേപോലെ തന്നെ, അപ്പോൾ ഇതിൽ ഈ ഒരു ചിഹ്നം കൂടി പ്ലസ് ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2ഉം 4ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 6 വരും വേണം, ഒപ്പം തന്നെ 2 × 4 8 വരികയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? x = 4 എന്നുള്ള വാല്യൂ വന്നു, x = 2 എന്നുള്ള വാല്യൂ ഇവിടെ വന്നു. ഇത് രണ്ടും എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? x - 4 = 0, അതേപോലെ തന്നെ x - 2 = 0. ഇങ്ങനെ എഴുതുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് കണക്കാക്കുക? ഈ എക്സിൻ്റെ വാല്യൂ ഇവിടെ -4 എന്നുള്ളത് സമത്തിന് ഇവിടെ വരുമ്പോൾ 4 ആയി, -2 എന്നുള്ളത് എന്തായി ഇവിടെ വരുമ്പം 2 ആയി മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ചിഹ്നങ്ങളുടെ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ -2ഉം -4ഉം. ഇനി ഇവിടെ ഈ ഒരു ചേഞ്ച് വന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട, ഇങ്ങനെ ഇവിടെ എഴുതാം, രണ്ടും മൈനസ് ആയിട്ട് തന്നെ കൊടുക്കാം. എന്തുകൊണ്ടാണ്? -2 × -4 ആണ് +8. -2നെയും -4നെയും ആഡ് ചെയ്യുമ്പോഴാണ് -6 വരുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് x - 2 = 0 ആണ്, x - 4 = 0. സോ x എന്ന് പറയുമ്പോൾ വാല്യൂ എത്ര വന്നു? സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് 4നെ കൊണ്ടുവരുന്നതുകൊണ്ട് അത് രണ്ടും പോസിറ്റീവായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇതേപോലെ തന്നെ ഇവിടെ ഫോർമാറ്റ് എന്താണ്? ഈ x² കോഎഫിഷ്യൻ്റ് ഇല്ല, ആൻഡ് b എന്ന് പറയുന്ന ഇതാണ്, c എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ നമുക്കിവിടെ 1 × 8, a × c എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 8 കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് കിട്ടണം? x ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ 8 കിട്ടണം. എങ്ങനെയാണ്? 2 × 4 ആണ് 8. അപ്പോൾ ഇവിടെ എന്ത് എഴുതി? 2 എഴുതി, 4 എഴുതി. ഇനി നമുക്ക് വേണ്ടത് എന്താ? അപ്പോൾ ഇവിടെ മൈനസ് ആണ് വരുന്നത്, ഇവിടെ പ്ലസ്സും ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആവണം, അല്ലെങ്കിൽ ഇത് ഡിഫറൻസ് എടുത്തായിരിക്കണം. ഡിഫറൻസ് പറയുമ്പോൾ 4ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണല്ലോ ഇവിടെ 2 വരിക. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ചിഹ്നങ്ങൾ നോക്കുക, ഒന്ന് മൈനസ് ആണ്, ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പോൾ പ്ലസ് വരണമെങ്കിൽ വലുതിൻ്റെ ചിഹ്നം ആയിരിക്കണമല്ലോ പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നെഗറ്റീവ് × പോസിറ്റീവ് ചെയ്യുമ്പോഴാണ് -8 ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഫാക്ടേഴ്സ് കിട്ടിയല്ലോ. x = എന്ത് വന്നു? 2 വന്നു. ആൻഡ് x + 4 എന്ന് പറയുമ്പോൾ അതിന് ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതണം എപ്പോഴും, x - 2 = 0, x + 4 = 0, 0ലേക്ക് കൊണ്ടുവന്നു. ഇനി എക്സിൻ്റെ വില എടുത്ത് എഴുതുമ്പോൾ എന്തായി? ഈ -2 ഇങ്ങോട്ട് സമത്തിൻ്റെ റൈറ്റിലേക്ക് വരുമ്പോൾ എന്തായി? പോസിറ്റീവായി. അപ്പോൾ വെറും 2 എന്ന് മാത്രം മതി. ഇനി x + 4 ആണ് 0, അപ്പോൾ x = എന്തായിരിക്കും? ഇവിടെ -4 ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്ന വിധം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എക്സിൻ്റെ എന്താണ്? അപ്പോൾ x = 2ഉം ആവാം, അല്ലെങ്കിൽ -4ഉം ആവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ നോക്കാം. 5x² - 11x + 6 = 0. ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട വിധം എന്താണ്? ആദ്യം ഇത് ഏത് ഫോർമാറ്റിലാണ് നോക്കുക. ഏത് ഫോർമാറ്റിലാണ്? ക്വാഡ്രാറ്റിക് ഫോർമാറ്റിൽ തന്നെയാണ്. ax² + bx + c എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എയുടെ വാല്യൂ ഉണ്ട്, ബിയുടെ വാല്യൂ ഉണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സിയും ഉണ്ട്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? AC കാണാനാണ് പറഞ്ഞത്. a × c. a × c എന്ന് പറയുമ്പോൾ 5 × 6, ദാറ്റ് ഈസ് 30. ഈ 30. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? ഏതോ 2 സംഖ്യകൾ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് കിട്ടണം, അല്ലെങ്കിൽ സമ്മോ ഡിഫറൻസോ എടുക്കുമ്പോഴും ഈ ഒരു ഇതിലേക്ക് വരണം എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഈ 30 എന്ന് പറയുന്ന ആ ഒരു കാര്യം കിട്ടണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെയൊക്കെയാണ് നമുക്ക് 30 കിട്ടുക? 5 × 6 ആണല്ലോ 30. ഓക്കെ, അപ്പോൾ 5ഉം 6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാലാണല്ലോ 11 കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ആ രണ്ട് സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട്. 5ഉം 6ഉം ആണെന്നുള്ളത്. ഇനി നമുക്കത് ഇക്വേഷൻ ഫോമിലേക്ക് ഒന്ന് ആക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? 5x². ആദ്യത്തെ ഇക്വേഷനാണ് ഇവിടെ എഴുതുന്നത്. മൈനസ് 11x ആണ് പറഞ്ഞത്. അപ്പോൾ ഈ 11x എന്ന് പറയുമ്പോൾ 5ഉം 6ഉം 11 അല്ലേ? അപ്പോൾ 5 + 6 ആണല്ലോ. പിന്നെന്താണ്? എക്സ് ഉണ്ട്. അപ്പോൾ ആ എക്സ് അതുപോലെ തന്നെ നമ്മൾ എഴുതി. പിന്നെ എഴുതേണ്ടത് 6 = 0. ഇനി നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് മാത്രം എടുക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ടത്? 5x² എന്ന് പറയുമ്പോൾ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ എന്താണ്? 5x × x-1. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? മൈനസ്, ഇനി എന്താ നമുക്ക് വരിക? ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് -6 × x-1 = 0. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് ക്ലിയർ ആണോ? 5x² - 5 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ 5xനെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ 5x × x 5x² ആയി. ഇനി -5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൈനസ് വരണമെങ്കിൽ എന്താണ്? 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ്. കാരണം 5 × 1 5. ഇനി നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നത്? -6 അല്ലേ? -6 ആണ് കോമൺ. അപ്പോൾ ആ ഒരു 6 × x എന്ത് ചെയ്തു? 6നെ കോമൺ ആക്കി എടുത്തു. അപ്പോൾ 6 × x 6x ആയില്ലേ? ഇനി ഈ മൈനസും മൈനസും കൂടി വരുമ്പോൾ ഇവിടെ എന്തായി? +6 ആയി. അപ്പം -6 × -1 +6 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടർ കണ്ടുപിടിക്കുക. 5x² സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5x ഇവിടെ എഴുതി. ഒരു എക്സ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് x² വരുന്നത്. അപ്പോൾ 5x × x വന്നു. ഇനി -5 ആണല്ലോ ഇവിടെ വരുന്നത്. -5 വരണമെങ്കിൽ 5 × -1 ഇവിടെ x ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 6, കാരണം ഈ 5നും 6നും കോമൺ ആണ് x. അപ്പോൾ 5നും x വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ എഴുതിയത്. കാരണം ഈ 5നാണെങ്കിൽ 5, അതായത് 5 × 1 5ഉം വന്നു. x × 1 ഇവിടെ xും വന്നിട്ടുണ്ട്. അതേപോലെ 6നും കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്തു? 6 × x കണ്ടോ? 6 × x വന്നു. പിന്നെ നമുക്ക് എന്താ വരേണ്ടത്? അതിന് 6 വരണമെങ്കിൽ എന്ത് ചെയ്യണം? 6നെ 1 കൊണ്ടും ഇൻറ്റു ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഈ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ഇതിലെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? x - 1, അതേപോലെ തന്നെ നമുക്ക് 5x - 6. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുമ്പോൾ എന്തായി? അത് 0 ആണ്. x - 1 = 0 എന്ന് പറയാം. 5x - 6ഉം എന്താണ്? 5x - 6ഉം 0 ആയിട്ട് നമുക്കിവിടെ പറയാം. ഇനി അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് x - 1 = 0. സോ x = എന്താണ്? 1. ഇനി 5x - 6 = 0. സോ x എന്ന് പറയുന്നത് എന്താണ്? 6/5. അപ്പോൾ ഈ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം x - 1 = 0 ആവാം. 5x - 6ഉം 0 ആയിരിക്കാം. അപ്പോൾ x - 1 0 ആണെങ്കിൽ എക്സിൻ്റെ വില എത്രയായിരിക്കും? ഈ -1 ഇങ്ങോട്ട് വരുമ്പം +1 ആയി. ഇനി ഇതാണ് അടുത്ത ഫാക്ടർ. 5x - 6 = 0 ആണെങ്കിൽ x = എന്ത് വരും? 6/5 ആണ് ചെയ്യുക. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂ ആവാം? 1ഉം ആവാം, 6/5ഉം ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 4x² + 8xi = 0. 4x² + 8x = 0. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഏത് ഫോർമാറ്റിലാണ്? ax² + bx. ഇവിടെ c ഇല്ല. +c എന്ന് പറയുന്ന സംഭവം കോൺസ്റ്റൻ്റ് ഇല്ല. അങ്ങനെ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തെടുക്കാം? കോമൺ ആയിട്ട് ഈ 4xനെ കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കോമൺ ആയിട്ട് 4xനെ എടുക്കുമ്പോൾ എങ്ങനെ വരും? 4xനെ കോമൺ ആക്കി വെച്ചു. 4x × x² വരണമെങ്കിൽ എന്താ? ഒരു x ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമുക്കത് ഇൻറ്റു ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 8 വരണമെങ്കിൽ 4നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ടും ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 × 4 8ഉം എക്സും കൂടി വരുമ്പോൾ 8x ആയി. 4x² വന്നത് എങ്ങനെയാണ്? 4xനെ കോമൺ ആക്കി ഒരു x കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4x² ആയി. +8x വന്നത് എങ്ങനെയാണ്? 4
ഇൻറ്റു 2 ചെയ്യുമ്പോൾ 8 ആയി, എക്സ് വരുമ്പം 8x ആയി. അപ്പോൾ നമ്മളിവിടെ ഫാക്ടർ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? 4x = 0. സോ x = എന്താണ്? 0 ആയിരിക്കും. കാരണം x = 0/4 ആണ് വരിക അല്ലേ? x = 0/4 വരുമ്പോൾ നമുക്ക് എന്താ? x 4 തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് x+2 ആണ്. x+2 ആണ് രണ്ടാമത്തെ ഫാക്ടർ നമ്മൾ എടുക്കുമ്പോൾ. x+2 = എന്ത് എഴുതണം എന്നാ പറഞ്ഞാൽ? 0 എന്ന് എഴുതണം. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? -2 അല്ലേ? ഈ സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ +2 എന്തായി മാറും? -2. അപ്പോൾ എക്സിന് ഏതൊക്കെ വിലയാവാം? 0 ആവാം, -2 ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഫാക്ടറൈസേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 3 പ്രോബ്ലംസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ, വളരെ ചെറിയൊരു വീഡിയോയിലൂടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ പ്രോബ്ലംസും കോമൺ ആ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ പഠിക്കുക. കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ax² + bx + c = 0യിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? അതിൻ്റെ ആ x² കോഎഫിഷ്യൻറ്റിനെയും സീനെയും കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ AC നമുക്ക് കിട്ടും. AC കിട്ടിക്കഴിഞ്ഞാൽ ഏതോ 2 സംഖ്യകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആവണം AC എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള സമ്മോ ഡിഫറൻസും ആയിരിക്കണം B എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് x എന്ന് പറയുന്നത്. ഇനി LHSനെ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസ് ചെയ്യുക ഒരു ഗിവൺ എക്സ്പ്രഷനെ. അതിനെ ഇക്വേറ്റ് ചെയ്യുക, എല്ലാം = 0 എന്ന് എഴുതുക. അതിന് ശേഷം അതിൻ്റെ ആ 0 ആ എക്സിൻ്റെ വാല്യൂസ് നമുക്ക് സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതിക്കൊണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനി ആരെയും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്